മഴ എന്ന് പറഞ്ഞാൽ അത്ര തുള്ളിക്കൊരുകുടം പേമാരി എന്നൊക്കെ പറയത്തില്ലയോ, അത്ര ഒരു തോരാ മഴ പെയ്യുകയാണ്. തോരാ ദുരിതങ്ങൾ വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. സംസ്ഥാനത്ത് നിന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പൊതുവായിട്ടുള്ള അലർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ അലക്സ് റാം മുഹമ്മദ് ചേരും. അതുപോലെ കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ, അതുപോലെ മലപ്പുറത്ത് നിന്ന് ബിവിൻ സി വിജയനും ചേരും. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് മൈ 24 ആർമി. ആദ്യം അലക്സ് റാം മുഹമ്മദ്. അലക്സ്, തലസ്ഥാന ജില്ലയിൽ എങ്ങനെയാണ് മഴ? മഴ കനക്കുകയാണ്. എറണാകുളം ജില്ലയിൽ നിൽക്കുന്ന ഞാൻ പറയുന്നു തോരാ മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ ഇതാണ് മഴ. പറയൂ അലക്സ് റാം. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളത്ത് മഴയാണ്, തിരുവനന്തപുരത്ത് മഴയാണ്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി ആരംഭിച്ച മഴ, ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച മഴ ഇപ്പോഴും അങ്ങനെ പെയ്യുകയാണ്. അത് ഇടവിട്ട് മഴ കനത്ത് പെയ്യുകയാണ് തിരുവനന്തപുരത്ത് പലയിടങ്ങളും. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും ഗ്രാമീണ മേഖലകളിലും ഒക്കെ കനത്ത മഴ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത സംസ്ഥാനത്തെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും കനത്ത ജാഗ്രത തുടരണം. കാരണം വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. മധ്യ കേരളത്തിലെ പല ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു. തെക്കൻ കേരളത്തിലാകട്ടെ ശക്തമായ മഴയ്ക്കും സാധ്യത പ്രവചിക്കുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എസ്കേൻ, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിലുണ്ട്. 20 മില്ലിമീറ്ററിന് മുകളിൽ മഴ ഈ ജില്ലകളിൽ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. ഈ ജില്ലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെയുള്ള ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴ ആ മേഖലകളിൽ പലയിടങ്ങളിലും പെയ്യുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത ആ മേഖലകളിൽ കൂടുതലാണ്. അതുകൊണ്ട് ജാഗ്രത തുടരേണ്ടതുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാകട്ടെ ഓറഞ്ച് മുന്നറിയിപ്പാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഈ ജില്ലകളിൽ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പൊതുജനങ്ങൾ ജാഗ്രത തുടരേണ്ടതുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രത മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കാരണം ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നതിനാലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സമാനമായി തന്നെ കേരളത്തിൻ്റെ തീരമേഖലയിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ജില്ലയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ വരെ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാകട്ടെ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ഉള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ ഉയർന്ന തിരമാല കൂടും. അതായത് 3.2 മീറ്റർ വരെയുള്ള ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും കടലേറ്റത്തിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുള്ളത്. കന്യാകുമാരി തീരത്തും സമാനമായി ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. എസ്കേൻ, കാലവർഷം സംസ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ സജീവമാകുകയാണ്. നാളെയും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിനും അതുപോലെ തെക്കു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിനും മുകളിലായി ഒരു തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. തെക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് മുകളിലായി ഉയർന്ന ലെവൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി മധ്യ മഹാരാഷ്ട്രയ്ക്ക് മുകളിലും സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ സ്വാധീനമാണ് സംസ്ഥാനത്തെ കാലവർഷക്കാറ്റ് സജീവമാകാനും കാലവർഷം ഇങ്ങനെ തുള്ളിക്കൊരുകുടം എന്ന രീതിയിൽ പെയ്യാനുമുള്ള കാരണം. എന്താണെങ്കിലും മലയോര മേഖലയിലും വടക്കൻ കേരളത്തിലും പ്രത്യേക ജാഗ്രത തുടരണം. എസ്കേൻ. താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വടക്കൻ കേരളത്തിലാണ് ഏറ്റവും ശക്തമായ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ എന്താണ് സ്ഥിതി? ഷഹദ് റഹ്മാൻ, തുള്ളിക്കൊരുകുടം പേമാരി തന്നെയാണോ ഇപ്പോൾ പെയ്യുന്നത്? തോരാ മഴയിൽ തോരാ ദുരിതങ്ങളും ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്താണ് കോഴിക്കോട് നിന്നുള്ള വാർത്തകൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. കോഴിക്കോട് ജില്ലയിൽ പുലർച്ചെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള മഴയില്ല. ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ മാത്രമാണ് നഗരമേഖലയിൽ ഉള്ളത്. എന്നാൽ മലയോര മേഖലകളിൽ കാര്യമായിട്ടുള്ള മഴയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ മേഖലയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി പെയ്ത മഴ ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 5 മണി വരെ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും
ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ അവധിയില്ല. എന്നാൽ വടകര മേഖലയിൽ, അതായത് വടകര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന വയനാട്, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയുടെ വടകര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലകളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിലിനും മറ്റും സാധ്യതയുള്ളതിനാൽ ആ മേഖലയിൽ കഴിയുന്ന ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. SKN. താങ്ക് യു ഷഹദ് റഹ്മാൻ. ഇനി YS അഭിനന്ദ് കൂടി എറണാകുളത്ത് നിന്ന് ചേരുന്നു. അഭിനന്ദ്, താങ്കൾക്ക് അറിയുന്ന പോലെ കൊച്ചിയിൽ നല്ല കനത്ത മഴയാണിപ്പോൾ. കാരണം ഈ മഴയെ കീറി മുറിച്ചാണ് ഞാനിപ്പോൾ ഫ്ലോറിലേക്ക് കയറി വന്നത്. എന്നാ മഴയാണെന്ന് ഞാൻ മനസ്സിൽ കരുതിപ്പോയി. കുട്ടിക്കാലത്തൊക്കെ കണ്ട ചില മഴ, അതുപോലെ നമ്മുടെ ഈ പ്രളയം വന്ന സമയത്തൊക്കെ മഴ, ആ മഴയെ ഓർപ്പെടുന്ന രീതിയിലുള്ള മഴ തകർത്ത് പെയ്യുകയാണ് കൊച്ചി നഗരത്തിൽ. മെട്രോ നഗരത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് YS അഭിനന്ദ്? SKN, ഗുഡ് മോർണിംഗ്. കൊച്ചി നഗരത്തിൽ മഴ തുടരുകയാണ്. ഇപ്പോൾ കൊച്ചി നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളായ ആലുവ, തൃപ്പൂണിത്തുറ, ഒപ്പം തന്നെ തൃക്കാക്കര, കളമശ്ശേരി പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ 5 മണി മുതലാണ് ശക്തമായ മഴ കൊച്ചി നഗരത്തിലുള്ളത്. നമുക്കറിയാം, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ചെറിയ മഴയായാൽ പോലും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. മറ്റ് അവധികളൊന്നും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മഴ കനക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോഴും മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഞാനുള്ളത് ആലുവ മെട്രോ സ്റ്റേഷനടുത്താണ്. ഇവിടെയും ഇപ്പോൾ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഒപ്പം തന്നെ കിഴക്കൻ മലയോര മേഖലകളായ മൂവാറ്റുപുഴയിലും കോതമംഗലത്തും പിറവത്തുമൊക്കെ മഴ തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും മറ്റ് അവധികളോ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും മറ്റ് മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മഴ തുടരുകയാണ്. SKN. ഓക്കെ, YS അഭിനന്ദ്, താങ്ക് യു. അല്പസമയത്തിനകം മലപ്പുറം ജില്ലയിലും റെഡ് അലർട്ടാണ്. നിങ്ങൾക്കറിയാം, മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ ചേരും. അതിനുമുമ്പ് ഞാൻ ഇന്നത്തെ അവധിയെക്കുറിച്ച് പറയാം. കനത്ത മഴയെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലേക്ക് വന്നാൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വയനാട്ടിൽ അവധി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് വയനാട്ടിൽ ഈ അവധി ബാധകമല്ല. കണ്ണൂരിലേക്ക് പോയാൽ കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്.